ഇതാ യുദ്ധം മുറുകാൻ പോകുന്നു. എണ്ണമറ്റ ആണവായുധങ്ങളുമായി റഷ്യ പടക്കളത്തിലേക്ക് എത്തുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ അടിമുടി വിറയ്ക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടക്കാൻ പോകുന്ന മഹായുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? നമുക്ക് പരിശോധിക്കാം. കിഴക്കൻ യൂറോപ്പും ബാൾട്ടിക് രാജ്യങ്ങളും ഇന്ന് വീണ്ടും ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലാണ്. റഷ്യയും നാറ്റോ സൈനിക സഖ്യവും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടയിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും പുതിയതും അതീവ ഗൗരവകരവുമായ മുന്നറിയിപ്പ് ഈ മേഖലയെ ആകെ ആശങ്കയിലായിത്തീരിക്കുന്നു. തങ്ങളുടെ സൈനിക വിമാനങ്ങളെ വെടിവെച്ചിടാൻ ശ്രമിക്കുന്ന ഏതൊരു നാറ്റോ അംഗരാജ്യവുമായാലും റഷ്യ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുമെന്നാണ് പാരീസിലെ റഷ്യൻ പ്രതിനിധി അലക്സ് മെഷ്കോവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കിഴക്കൻ യൂറോപ്പിലും ബാൾട്ടിക് രാജ്യങ്ങൾക്കിടയിലും നാറ്റോ സൃഷ്ടിക്കുന്ന അനാവശ്യ ഭീഷണിക്കെതിരെയും പ്രകോപനപരമായ പ്രസ്താവനകൾക്കെതിരെയുമുള്ള ശക്തമായ പ്രതികരണമായാണ് റഷ്യ ഈ നിലപാട് വിശദീകരിക്കുന്നത്. റഷ്യയുടെ ഈ തീവ്രമായ പ്രതികരണത്തിന് ആക്കം കൂട്ടിയത് റഷ്യൻ സൈനിക വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന എസ്തോണിയയുടെയും പോളണ്ടിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളെ റഷ്യ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ബാൾട്ടിക് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നിവ റഷ്യയുടെ നീക്കങ്ങളെ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. കാരണം ഈ രാജ്യങ്ങൾ റഷ്യൻ അതിർത്തിയോട് ഏറ്റവും അടുത്ത് കിടക്കുകയും ചരിത്രപരമായി റഷ്യൻ സ്വാധീനത്തിൽ കഴിഞ്ഞിരുന്ന പ്രദേശങ്ങളുമാണ്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നാറ്റോ ഈ മേഖലയിലെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചത് റഷ്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഈ സൈനിക വിന്യാസത്തെ റഷ്യ തങ്ങളുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത്. റഷ്യയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് നാറ്റോയുടെ ഏതെങ്കിലും അംഗരാജ്യങ്ങൾ ഒരു റഷ്യൻ വിമാനത്തെ ലക്ഷ്യമിട്ടാൽ അതൊരു പ്രാദേശിക സംഘർഷമായി ഒതുങ്ങില്ല, മറിച്ച് നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായി വളരും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത് ആർട്ടിക്കിൾ 5 എന്ന നാറ്റോയുടെ പരസ്പര പ്രതിരോധ കരാറിനെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കും. അതായത് ഒരൊറ്റ നാറ്റോ അംഗരാജ്യത്തിനെതിരെയുള്ള ആക്രമണം മുഴുവൻ സഖ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും. ഈ സാഹചര്യത്തിൽ റഷ്യയുടെയും നാറ്റോയുടെയും നേതാക്കൾ സംയമനം പാലിക്കുകയും പ്രകോപനപരമായ നടപടികളിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടത് ആഗോള സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ കിഴക്കൻ യൂറോപ്പിലെ ആകാശം ഒരു സാധാരണ വ്യോമാതിർത്തി എന്നതിലുപരി ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ സാധ്യത നിലനിൽക്കുന്ന അതീവ സംഘർഷഭരിതമായ ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ യൂറോപ്പിലും ബാൾട്ടിക് രാജ്യങ്ങളിലും നാറ്റോയുടെ സൈനിക വിന്യാസവും പ്രകോപനപരമായ പ്രസ്താവനകളും റഷ്യയെ നിരന്തരമായി പ്രകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സമീപകാലത്ത് റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ചിടാൻ ശ്രമിക്കുന്ന നാറ്റോ അംഗരാജ്യങ്ങളുമായി നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുമെന്ന റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പ് ഈ സംഘർഷങ്ങൾ വീണ്ടും അപകടകരമായ തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ പ്രകോപനത്തിന്റെ ആഴത്തിലുള്ള വേരുകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് വരെ നീണ്ടുകിടക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി കൂട്ടത്തോടെ നാറ്റോയിൽ ചേർന്നത് റഷ്യൻ സുരക്ഷാ താൽപര്യങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയായിട്ടാണ് മോസ്കോ കണ്ടത്. നാറ്റോ വികസിക്കുന്നില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വാക്ക് നൽകിയിരുന്നുവെങ്കിലും പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങൾ എന്നിവ സഖ്യത്തിൽ ചേർന്നത് റഷ്യൻ അതിർത്തിയിലേക്ക് പാശ്ചാത്യ സൈനിക ശക്തികളെ എത്തിച്ചു. ഈ നീക്കങ്ങളെ റഷ്യ തുടക്കം മുതൽ എതിർത്തിരുന്നു. ജോർജിയയും ഉക്രൈനും നാറ്റോയിൽ ചേരാനുള്ള നീക്കം തുടങ്ങിയതോടെ റഷ്യയുടെ ആശങ്ക പരമോന്നതിയിലെത്തി. തങ്ങളുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു അയൽ രാജ്യം പാശ്ചാത്യരുടെ സൈനിക ശക്തി കേന്ദ്രമായി മാറുന്നത് ഒരു തരത്തിലും റഷ്യയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. റഷ്യയുടെ വീക്ഷണത്തിൽ ഉക്രൈനെ നാറ്റോയിലേക്ക് അടുപ്പിക്കാനുള്ള പാശ്ചാത്യ നീക്കങ്ങൾ തങ്ങളുടെ ചുവപ്പ് രേഖ, അതായത് റെഡ് ലൈൻ ലംഘിക്കുന്നതിന് തുല്യമാണ്. 2014 മൈദാൻ വിപ്ലവത്തിന് ശേഷം ഉക്രൈൻ പാശ്ചാത്യ ബ്ലോക്കിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞോടെ റഷ്യ തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ക്രിമിയയെ പിടിച്ചടക്കി. 2022 റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിന്റെ പ്രധാന കാരണം ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതും അവിടെ പാശ്ചാത്യ ആയുധങ്ങൾ വിന്യസിക്കപ്പെടുന്നതും തടയുക എന്നതായിരുന്നു. നാറ്റോയുടെ തുടർച്ചയായ വികാസം റഷ്യയുടെ നിലനിൽപ്പിന് ഒരു ഭീഷണിയാണെന്നും ഈ നീക്കങ്ങളാണ് തങ്ങളെ യുദ്ധത്തിലേക്ക് നയിച്ചതെന്നും റഷ്യൻ നേതൃത്വം ആവർത്തിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. ഈ വാദത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ തള്ളിക്കളയുന്നത് നാറ്റോ ഒരു പ്രതിരോധ സഖ്യമാണെന്നും റഷ്യയുടെ ആക്രമണോത്സുക നിലപാടാണ് ഉക്രൈൻ യുദ്ധത്തിന് കാരണമെന്നും പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ കിഴക്കൻ യൂറോപ്പിലെ നാറ്റോയുടെ ഓരോ വികാസവും റഷ്യയ്ക്ക് കൂടുതൽ സൈനിക നീക്കങ്ങൾക്കുള്ള ന്യായീകരണമായി മാറുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതിനാൽ നിലവിലെ സംഘർഷങ്ങൾ കുറയ്ക്കണമെങ്കിൽ റഷ്യയുടെയും നാറ്റോയുടെയും സുരക്ഷാ ആശങ്കകൾ പരസ്പരം അംഗീകരിച്ച് ഒരു നയതന്ത്രപരമായ സുരക്ഷാ ബഫർ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാറ്റോയും റഷ്യയും തമ്മിലുള്ള നിലവിലെ പോരാട്ടത്തിന്റെ ഭാവി അതീവ സങ്കീർണവും സ്ഥിരതയില്ലാത്തതുമാണ്. ഉടനെ ഒരു വലിയ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ സംഘർഷം ലഘൂകരിക്കാൻ
ഒരു സാധ്യതയുമില്ല. അടുത്ത ഏതാനും വർഷങ്ങൾ ഈ ബന്ധം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം നമുക്ക് നോക്കാം. നാറ്റോയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പുതിയ ശീതയുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവിടെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് നയതന്ത്രപരവും സൈനികപരവുമായ സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കും. ഭാവിയിൽ ഈ ബന്ധം മെച്ചപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് നാറ്റോയുടെ വികാസമാണ് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയെന്ന നിലപാട് തുടരും. അതേസമയം റഷ്യയുടെ ആക്രമണോത്സുക നിലപാടുകൾ, പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിന് ശേഷം കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെ കൂടുതൽ നാറ്റോയിലേക്ക് അടുപ്പിക്കും. സൈനിക വിന്യാസം വർദ്ധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റഷ്യ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇതിന് മറുപടിയായി നാറ്റോ ബാൾട്ടിക് രാജ്യങ്ങളിലും പോളണ്ടിലും സൈനിക സാന്നിധ്യം കൂടുതൽ ശക്തമാക്കിയേക്കും. ഇത് തെറ്റിദ്ധാരണകൾക്കും ചെറിയ അതിർത്തി സംഘർഷങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം. ആശയവിനിമയത്തിന്റെ അഭാവവും ഇവിടെ സംഭവിക്കും. ഇരുപക്ഷവും തമ്മിലുള്ള ഉന്നതതല ചർച്ചകളും ആശയവിനിമയ ചാനലുകളും പരിമിതപ്പെടും. ഇത് അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും പ്രതിസന്ധി പരിഹരിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കും. നിയന്ത്രിത ഏറ്റുമുട്ടലുകളുടെ സാധ്യത നേരിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ ഇരുപക്ഷവും അതീവ ശ്രദ്ധ ചെലുത്തണമെന്നാണ്. കാരണം ഇരു രാജ്യങ്ങൾക്കും ആണവായുധ ശേഷിയുള്ളതിനാൽ ഒരു നേരിട്ടുള്ള യുദ്ധം ആഗോള നാശത്തിന് തന്നെ കാരണമാകും. ഗ്രേ സോൺ പോരാട്ടങ്ങളും ഇവിടെ നടക്കും. സൈബർ ആക്രമണം, വിവരയുദ്ധം, അയൽരാജ്യങ്ങളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടൽ, സാമ്പത്തിക ഉപരോധം തുടങ്ങിയ ഗ്രേ സോൺ തന്ത്രങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. റഷ്യൻ വിമാനങ്ങളും നാറ്റോ വിമാനങ്ങളും ബാൾട്ടിക് കടലിലോ കരിങ്കടലിലോ അപകടകരമായ രീതിയിൽ അടുത്തുവരുന്ന സംഭവങ്ങൾ തുടർക്കഥയായി മാറും. ഇത് ചെറിയൊരു കണക്കുകൂട്ടൽ പിഴവ് പോലും വലിയ സൈനിക പ്രതികരണത്തിലേക്ക് നയിച്ചേക്കാം. നിർണായക ശക്തിയായി ചൈന വരുന്നു എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ഈ പോരാട്ടത്തിന്റെ ഭാവി ചൈനയുടെ നിലപാടിനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റഷ്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാവുകയാണെങ്കിൽ അത് നാറ്റോയ്ക്ക് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കും. ചൈനയുമായുള്ള അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശ്രദ്ധ ഇന്ത്യ പസഫിക് മേഖലയിലേക്ക് മാറുമ്പോൾ റഷ്യ കിഴക്കൻ യൂറോപ്പിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ നാറ്റോ റഷ്യൻ പോരാട്ടത്തിന്റെ ഭാവി ശാശ്വതമായ സമാധാനത്തിന്റേതല്ല. ഇരുപക്ഷവും തങ്ങളുടെ സൈനിക ശക്തികൾ പ്രകടമാക്കുകയും നയതന്ത്രപരമായ അകലം പാലിക്കുകയും ചെയ്യും. ഈ സംഘർഷം കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെ എന്നും ഒരു ഭീഷണിയുടെ നിഴലിൽ നിർത്തുകയും ലോകശക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള വിശ്വാസക്കുറവിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തേക്കാം. ഈ മേഖലയിൽ ഒരു വലിയ ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നതാണ് ലോകത്തിന്റെ പ്രതീക്ഷ. നാറ്റോ റഷ്യയെ നിരന്തരമായി പ്രകോപിപ്പിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നാറ്റോ സഖ്യത്തിനും ചില ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. റഷ്യൻ ഭീഷണികളെ നേരിടാനുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് നാറ്റോ ഈ നീക്കങ്ങളെ കാണുന്നതെങ്കിലും ഈ പ്രകോപനങ്ങൾ സഖ്യത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. ഒന്നാമതായി, നിരന്തരമായ പ്രകോപനം റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയെ നിലനിർത്തുന്നതിനാൽ നാറ്റോ അംഗരാജ്യങ്ങളെ ഇത് അമിതമായ പ്രതിരോധ ചെലവുകൾക്ക് നിർബന്ധിതരാക്കും. കിഴക്കൻ യൂറോപ്പിൽ സൈനികരെ വിന്യസിക്കുന്നതും ആയുധങ്ങൾ സംഭരിക്കുന്നതിനും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ഇത് നാറ്റോയുടെ മറ്റ് താൽപ്പര്യങ്ങളിൽ നിന്നും അംഗരാജ്യങ്ങളുടെ ആഭ്യന്തര വികസന ആവശ്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ കാരണമായേക്കാം. രണ്ടാമതായി, ഈ പ്രകോപനം നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഭിന്നിപ്പിന് വഴിയൊരുക്കും. പോളണ്ട്, എസ്തോണിയ പോലുള്ള അതിർത്തി രാജ്യങ്ങൾക്ക് റഷ്യൻ ഭീഷണി ഒരു യഥാർത്ഥ ആശങ്കയായി മാറുമ്പോൾ സ്പെയിൻ, കാനഡ പോലുള്ള അകലെയുള്ള രാജ്യങ്ങൾ ഈ ഭീഷണിയെ അത്ര ഗൗരവത്തോടെ കാണണമെന്നില്ല. ഇത് പ്രതിരോധ വിഷയങ്ങളിൽ പൊതുവായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതിന് തടസ്സമാകും. അതുപോലെ റഷ്യയോട് കടുത്ത നിലപാടെടുക്കണോ അതോ നയതന്ത്ര ചർച്ചകൾക്ക് പ്രാധാന്യം നൽകണോ എന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ ഭിന്നത നാറ്റോയുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തും. അവസാനമായി പറയുകയാണെങ്കിൽ, പ്രകോപനപരമായ നടപടികൾ തെറ്റിദ്ധാരണകളിലേക്കും ചെറിയൊരു സംഭവം നിയന്ത്രണാതീതമായി വളരുന്നതിലേക്കും നയിച്ചേക്കാം. റഷ്യൻ വിമാനങ്ങൾക്കെതിരെ നാറ്റോ യുദ്ധവിമാനങ്ങൾ നടത്തുന്ന പ്രതിരോധ നീക്കങ്ങൾ അപകടകരമാം വിധം അടുക്കുമ്പോൾ ഒരു ചെറിയ സാങ്കേതിക തകരാറോ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവോ നേരിട്ടുള്ള സംഘർഷത്തിലേക്കും മാറിയേക്കാം. റഷ്യയുമായി നേരിട്ടുള്ള യുദ്ധമെന്നത് ആണവായുധ സാധ്യതയിലേക്ക് പോലും നീളാൻ സാധ്യതയുണ്ട്. ഈ അപകടകരമായ നീക്കങ്ങൾ റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയും അത് തിരിച്ച് നാറ്റോയ്ക്ക് ദോഷകരമാവുകയും ചെയ്യുന്ന ഒരു ദുർബലമായ ചക്രവ്യൂഹത്തിലാണ് നിലവിൽ ലോകം അകപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നാറ്റോയുടെ ഈ നടപടികൾ റഷ്യയെ പ്രകോപിപ്പിക്കുക മാത്രമല്ല, സഖ്യത്തിന്റെ സുരക്ഷാ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നും വിലയിരുത്താവുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ചെയ്യണം. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.